ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ത്യൻ T20 ക്രിക്കറ്റിന്റെ ഭാവി ക്യാപ്റ്റൻ ആരായിരിക്കും? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ക്രിക്കറ്റ് ലോകത്തെ പുകയുന്ന വലിയൊരു ചർച്ചയാണിത്. ഇപ്പോഴത്തെ ആ ചർച്ചകളെല്ലാം വലിയൊരു തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ T20 നായകസ്ഥാനത്ത് നിന്ന് മാറ്റാൻ BCCI ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ ആര്? ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന് ഒരൊറ്റ പേരേ ഉള്ളൂ. അത് നമ്മളെല്ലാം ആവേശിലാഴ്ത്തുന്ന നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ഗംഭീർ സഞ്ജുവിന്റെ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ BCCI അവിടെ മറ്റൊരു കളി കളിക്കുകയാണ്. സഞ്ജുവിനെ നായകനാക്കാൻ BCCIക്ക് ഒട്ടും താല്പര്യമില്ല. പകരം മറ്റു രണ്ട് യുവതാരങ്ങളെയാണ് അവർ നോക്കിവച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ അവസ്ഥ? ആദ്യം തന്നെ നമുക്ക് നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ 18 മാസത്തോളമായി സൂര്യ മികച്ച ഫോമിലല്ല എന്നാണ് BCCI വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ IPL റൺസ് കണ്ടെത്താൻ സൂര്യ വല്ലാതെ ബുദ്ധിമുട്ടി. ഫോം ഔട്ടായ ഒരു കളിക്കാരനെ ഇനി ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് BCCIയും സെലക്ഷൻ കമ്മിറ്റിയും. ഒരു BCCI അംഗം പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കിയത് സൂര്യ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഫോമിലല്ല, അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റം വരുത്തുക എന്നത് അനിവാര്യമാണ്. എന്നാൽ ഇതിലും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സൂര്യകുമാർ യാദവ് വെറുമൊരു കളിക്കാരനായി മാത്രം T20 ടീമിൽ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇന്ത്യൻ T20 ടീമിൽ ഒരു വലിയ അഴിച്ചുപണിക്കാണ് BCCI തയ്യാറെടുക്കുന്നത്. ഇവിടെയാണ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ എൻട്രി. സഞ്ജു സാംസണിലെ ലീഡറെയും കളിമിടുക്കിനെയും കൃത്യമായി അറിയാവുന്ന ആളാണ് ഗംഭീർ. രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു നയിച്ച രീതിയും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളും ഗംഭീറിന് വലിയ രീതിയിൽ ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യയ്ക്ക് ശേഷം സഞ്ജു ഇന്ത്യൻ T20 ടീമിനെ നയിക്കണമെന്നാണ് ഗംഭീറിന്റെ സ്ട്രോങ് ആയ നിലപാട്. എന്നാൽ BCCI ഇതിനോട് ഒട്ടും യോജിക്കുന്നില്ല. സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ BCCI വൃത്തങ്ങൾ പറയുന്ന പ്രധാന തടസ്സം എന്താണെന്നറിയാമോ? അത് സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയാണ്. സഞ്ജു ഒരു മത്സരത്തിൽ നന്നായി കളിച്ചാൽ അടുത്ത മത്സരത്തിൽ പെട്ടെന്ന് പുറത്താകുന്നു. അതുകൊണ്ട് സ്ഥിരതയില്ലാത്ത ഒരു കളിക്കാരനെ എങ്ങനെ ക്യാപ്റ്റനാക്കും എന്നാണ് BCCI ചോദിക്കുന്നത്. പക്ഷേ സഞ്ജുവിനെ അല്ലാതെ മറ്റൊരു മികച്ച ചോയ്സ് കാണിച്ചു തരാൻ ഗംഭീർ BCCIയോട് ആവശ്യപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ക്യാപ്റ്റൻസി കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും കോച്ച് ഗംഭീറും തമ്മിൽ ഈ പേരിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജുവിനെ BCCI വെട്ടുമ്പോൾ പകരം അവർ ആലോചിക്കുന്നത് മറ്റ് രണ്ടു പേരിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പേര് ശ്രേയസ് അയ്യർ. ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്ക് BCCIയിലെ ഒരു വിഭാഗം ആളുകളുടെ ശക്തമായ പിന്തുണയുണ്ട്. ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്കും ശ്രേയസിനെ ക്യാപ്റ്റനാക്കാണ് താല്പര്യപ്പെടുന്നത്. രണ്ടാമത്തെ പേര് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത് യുവതാരം തിലക് വർമ്മയാണ്. പ്രായം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്യാപ്റ്റനാണ് തിലക് വർമ്മ എന്നാണ് BCCIയിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. മാത്രമല്ല T20 ടീമിൽ തിലക് ഇപ്പോൾ ഒരു സ്ഥിരാംഗമാണ് എന്നതും അദ്ദേഹത്തിന്റെ അനുകൂല ഘടകമാണ്. മിഡിൽ ഓർഡർ ബാറ്ററായ തിലകിന് ടീമിൽ വലിയൊരു ഭാവി BCCI കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ശ്രേയസ് അയ്യരും തിലക് വർമ്മയും തമ്മിലാണ് BCCIയുടെ മനസ്സിൽ മത്സരം നടക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗൗതം ഗംഭീർ എന്ന കോച്ചിന്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. താൻ വിചാരിച്ച കാര്യം ടീമിന്റെ നന്മയ്ക്കായി നേടിയെടുക്കാൻ മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. സഞ്ജു സാംസണെ പോലെ IPLൽ ഇത്രയും പരിചയസമ്പത്തുള്ള സമ്മർദ്ദഘട്ടങ്ങളെ ശാന്തമായി നേരിടാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനെ മാറ്റി നിർത്തി അന്താരാഷ്ട്ര തലത്തിൽ ക്യാപ്റ്റൻസി പരിചയമില്ലാത്ത തിലക് വർമ്മയെ പോലുള്ള ഒരു യുവതാരത്തെ പെട്ടെന്ന് ക്യാപ്റ്റനാക്കുന്നത് എത്രത്തോളം ബുദ്ധിപരമായ തീരുമാനമായിരിക്കും? BCCI സെക്രട്ടറി ദേവാജിത് സക്കിയ ഉടൻ തന്നെ ഉന്നതാധികാര സമിതിക്ക് മുന്നിൽ സെലക്ഷൻ കമ്മിറ്റിയുടെയും ഗംഭീറിന്റെ നിലപാടുകൾ ഔദ്യോഗികമായി അറിയിക്കും. അതോടെ ഈ തർക്കത്തിന് ഒരു അന്തിമ പരിഹാരമാകും. ഗംഭീറിന്റെ വാശി വിജയിക്കുമോ? അത് BCCI തങ്ങളുടെ താല്പര്യപ്രകാരം ശ്രേയസിനെയോ തിലകിനെയോ ക്യാപ്റ്റനാക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം.